PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ജനങ്ങൾക്കായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണിത്. ദശലക്ഷക്കണക്കിന് കർഷകരാണ് ഈ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടുന്നത്. അർഹതപ്പെട്ടവർക്ക് മാത്രമേ PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കൂ. തെറ്റായ രേഖകൾ ഉപയോഗിച്ചോ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ അപേക്ഷിക്കുന്നവരുടെ അപേക്ഷകൾ റദ്ദാക്കുന്നതാണ്. ആവശ്യമാണെങ്കിൽ തുക തിരിച്ചുപിടിക്കാനും സാധിക്കും. 22ാമത്തെ ഗഡു ലഭിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. eKYC, OTP അടിസ്ഥാനമാക്കിയോ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയോ PM കിസാൻ പോർട്ടൽ വഴിയോ eKYC പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ഭൂമിയുടെ വിവരങ്ങൾ, അതായത് ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ഫാർമർ ID നിർബന്ധമായും ചില സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഫാർമർ ID നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു ലഭിക്കുന്നതിന് ഫാർമർ IDയും നിർബന്ധമാണ്. 22ാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി ഗുണഭോക്തൃ പട്ടികയിൽ പേരുണ്ടോ എന്ന് കർഷകർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ PM കിസാൻ മൊബൈൽ ആപ്പ് വഴിയോ ലളിതമായി eKYC നടപടികളും പൂർത്തിയാക്കാവുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധിയിലെ വാർഷിക സഹായമായ 6000 എന്നത് 8000 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയി ഉയർത്തണമെന്ന് കർഷക സംഘടനകളും കാർഷിക വിദഗ്ധരും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2026 ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ PM കിസാൻ തുക വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീരുമാനങ്ങൾ ബജറ്റ് പ്രസംഗത്തിൽ മാത്രമേ വ്യക്തമാകൂ. നിലവിൽ പദ്ധതിയുടെ ഘടനയിൽ മാറ്റമില്ലാതെ ഒരു ഗഡുവിന് 2000 എന്ന ക്രമത്തിൽ തന്നെയാണ് വിതരണം തുടരുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി ആദ്യ വാരത്തിലോ അല്ലെങ്കിൽ 2ാം വാരത്തിലോ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചില റിപ്പോർട്ടുകൾ ഫെബ്രുവരി 8 വിതരണം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും കൃത്യമായ ഒരു വിവരം അറിയണമെങ്കിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഔദ്യോഗിക തീയതി വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ കൃത്യമായ തീയതി നമുക്ക് പറയാൻ സാധിക്കൂ. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.